പുതിയ മദ്യനയത്തെ ചൊല്ലി യു.ഡി.എഫിൽ ഭിന്നത. മദ്യനയത്തെ സ്വാഗതം ചെയ്ത് ഷിബു ബേബി ജോൺ. മദ്യനയം സ്വാഗതാർഹവും അനിവാര്യതയുമാണെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. വിശദാംശങ്ങൾ സുനിൽ നൽകും. വളരെ വ്യക്തമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസത്തെ മദ്യനയം ജനപക്ഷത്തേക്ക് വരുമ്പോൾ യു.ഡി.എഫ് ഇക്കാര്യത്തിൽ പല അഭിപ്രായങ്ങൾ യു.ഡി.എഫിൽ രൂപപ്പെടുന്നു എന്നതിൻ്റെ തെളിവായി ഇന്നിപ്പോൾ ഷിബു ബേബി ജോൺ, പ്രമുഖ കക്ഷിയുടെ നേതാവ് കൂടിയ ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ തന്റെ നിലപാട് വ്യക്തമാക്കുകയാണ്. മദ്യനയത്തെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഷിബു ബേബി ജോൺ. വിശദാംശങ്ങളുമായി സുനിൽ ചേരുന്നു. സുനിൽ, ഇക്കാര്യത്തിൽ മദ്യനയം സംബന്ധിച്ച് ഭിന്നതയടക്കം ചർച്ച ചെയ്യാനുള്ള യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന സാഹചര്യങ്ങളുണ്ട്. എതിർപ്പ് കോൺഗ്രസ്, യു.ഡി.എഫ് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അറിയിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ യു.ഡി.എഫിൽ നിന്നൊരു ഭിന്ന സ്വരം പുറത്തേക്ക് വരുന്നു. ഈ മദ്യനയത്തിലൊരു പല അഭിപ്രായങ്ങൾ ഉണ്ട് എന്നതിൻ്റെ നിലപാടിലേക്കാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും LDF സർക്കാർ ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയത്തിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഷിബു ബേബി ജോൺ, RSP നേതാവ് കൂടിയായ ഷിബു ബേബി ജോൺ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയേണ്ടി വരുന്നത്. നേരത്തെ തന്നെ UDFിൻ്റെ മദ്യനയം സംബന്ധിച്ച് അന്ന് ഈ ഘടകകക്ഷികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി തന്നെ നിലനിന്നിരുന്ന ഒരു സാഹചര്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. UDF ഒരു വ്യക്തമായിട്ടുള്ള മദ്യനയം രൂപീകരിച്ച് പ്രഖ്യാപിച്ചതല്ല, അത് സാഹചര്യത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടു വന്നതാണ് എന്നുള്ളതാണ്. അതിന് ഏറെ എതിർപ്പും ഉണ്ടായിരുന്നു. ഗ്രൂപ്പ് പോരുകൾ, രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ VM സുധീരനും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള പരസ്പര ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണ് വാശിയേറിയ തീരുമാനങ്ങൾ അവസാനം മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി കൈക്കൊള്ളുകയും ബാറുകളെല്ലാം അടച്ചിടുന്ന ഒരു തീരുമാനത്തിലേക്ക് പോവുകയും 5 സ്റ്റാർ മാത്രം നിലനിൽക്കുകയും ചെയ്യുന്നു. പിന്നെ മറ്റൊരവസരത്തിൽ വീണ്ടും അടച്ച ബാറുകൾക്ക് 4 സ്റ്റാർ 3 സ്റ്റാർ ബാറുകൾക്ക് ബിയർ വൈൻ ലൈസൻസ് കൊടുത്തുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് വരുന്നു. VM സുധീരൻ ബിവറേജ് ഔട്ട്ലെറ്റുകൾ അടയ്ക്കണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അതടയ്ക്കാൻ തയ്യാറാകാതെ ബാറുകൾ പൂട്ടിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ച് സംസ്ഥാനത്ത് മറ്റൊരു തരത്തിലുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാനാണ് അന്നത്തെ ആ ഒരു നയം വഴിവെച്ചത് എന്നുള്ളത് അന്നൊക്കെ UDFിനകത്ത് പല കക്ഷി നേതാക്കളും പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നാലും അന്ന് ഇതൊന്നും വലിയ രീതിയിൽ പുറത്തു വരാതെ, അന്ന് ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നതുകൊണ്ട് വലിയ രീതിയിൽ പുറത്തു വരാതെ അത് കെട്ടടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴാണ് ഇന്നലെ LDFിൻ്റെ മദ്യനയം പ്രഖ്യാപിച്ചപ്പോൾ 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറക്കുന്നു എന്നുള്ളതും അത് നേരത്തെ തുറന്നിരുന്ന ബാറുകൾ തന്നെ നിയമവിധേയമായിട്ടുള്ളതും കോടതിയുടെ വിധി അടിസ്ഥാനമാക്കിയുള്ള നടപടികളിലേക്ക് മാത്രമേ സർക്കാർ പോവുകയുള്ളൂ എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു മദ്യനയം, ഈ മദ്യനയത്തെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് പോസ്റ്റിലൂടെ ഷിബു ബേബി ജോൺ നടത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് UDF യോഗം ചേരാനിരിക്കുകയാണ്. ഈ യോഗത്തിനകത്ത് ഷിബു ബേബി ജോൺ പങ്കെടുക്കുന്നില്ല എന്നുള്ള ഒരു വാർത്തയും നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം നിലപാടുകൾ കടുപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇതേ ഒരു നിലപാടിൽ തന്നെയാണ് ജേക്കബ് വിഭാഗത്തിൽ ജോണി നെല്ലൂർ അടക്കമുള്ളവർ നിൽക്കുന്നത് എന്നുള്ള സൂചനയും ലഭിക്കുന്നുണ്ട്. കടുത്ത ഒരു നിലപാട്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം വന്നപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ്. ഈ സർക്കാരിൻ്റെ മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടൊന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ മദ്യനയം തെറ്റാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് പിൻവലിക്കണം എന്നുള്ള തരത്തിലൊന്നും പറഞ്ഞില്ല. മദ്യനയം ഇത് നേരത്തെ ഉണ്ടായിരുന്ന നയത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നയം എന്നുള്ള തരത്തിൽ മാത്രമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു പ്രതികരണം വന്നത്. ഇതിനെതിരെ ഒരുമിച്ച് ചേരുന്ന ആളുകളോടൊപ്പം, ജനങ്ങളോടൊപ്പം, അല്ലെങ്കിൽ മദ്യവിരുദ്ധ സമിതിയോടൊപ്പം കൂട്ടിച്ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ള സൂചനയാണ് നൽകിയത്. മറിച്ച് രമേശ് ചെന്നിത്തല ഇന്നലെ പറഞ്ഞത് പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നുള്ള തരത്തിലാണ്. UDF സർക്കാരിൻ്റെ മദ്യനയമായിരുന്നു നല്ലത് എന്നുള്ള തരത്തിൽ പരാമർശം നടത്തി. ഇതിന് വേറൊരു വിരുദ്ധമായ രീതിയിൽ തന്നെ മൊത്തം ബാറുകളും അടച്ചിട്ട ഒരു സമീപനം സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ മദ്യശാലകളും അടച്ചുപൂട്ടി മദ്യനിരോധനം എന്ന രീതിയിൽ പോകണമെന്ന് VM സുധീരൻ്റെ ഒരു അഭിപ്രായ പ്രകടനം വന്നു. ഇങ്ങനെ വിവിധ തട്ടുകളിൽ നേതാക്കൾ നിൽക്കുന്ന ഒരു കാഴ്ചയും, അത് ഒരു കക്ഷി നേതാവ് മാത്രം ഇപ്പോൾ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യവും തീർച്ചയായും ഇന്നത്തെ UDF യോഗത്തിനകത്ത് ഈ ഒരു അഭിപ്രായ ഭിന്നത ചർച്ചയായി വരും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പരസ്യമായ നിലപാടിലൂടെ തൻ്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് RSP നേതാവ് കൂടെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ളത് അതിൻ്റെ ആക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും. സുനിൽ, അതായത് ഈ പരസ്യ പ്രതികരണങ്ങളിലൂടെ മനസ്സിലാക്കേണ്ടത്, കാരണം UDF ഇങ്ങനൊരു നയം യുഡിഎഫിനെ നയിക്കുന്ന കോൺഗ്രസ് അന്ന് സ്വീകരിക്കുമ്പോൾ അന്നേ ഇത് ഒരു പക്ഷേ പൂർണ്ണ പരാജയമാണ് എന്ന് അന്നേ വെളിവായിരുന്നു എന്ന് ഇന്നിപ്പോൾ ഷിബുവിൻ്റെ അടക്കമുള്ള പ്രതികരണത്തിലുണ്ട്. കാരണം UDFിലൊരു തുറന്ന ചർച്ച പോലും ഇക്കാര്യത്തിൽ അന്ന് നടന്നിരുന്നില്ല എന്നുകൂടി ബോധ്യമാവുകയാണോ ചെയ്യുന്നത്? ഇനിയൊരു സമരത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ നിലവിലെ മദ്യനയത്തിൽ ഇന്നലെ പ്രഖ്യാപിച്ച മദ്യനയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ
ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, മദ്യനയം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ആണിപ്പോൾ ഷിബു ബേബി ജോൺ അടക്കം ഇതിനെ സ്വാഗതം ചെയ്ത് രംഗത്ത് വരുന്നത്. ഇത് UDF-ലെ ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത അഭിപ്രായം എന്ന നിലയിലാണോ കാണേണ്ടത്? ഒരു ഐക്യത്തിലേക്ക് ഇക്കാര്യത്തിൽ വരാൻ കഴിയുന്നില്ല. സുധീരന്റെ അടക്കമുള്ള നയത്തിലെ ഒരു പക്ഷേ പാളിച്ച ബോധ്യപ്പെടുകയാണോ ഈ പരസ്യ പ്രതികരണങ്ങളുടെ അടക്കം നമുക്ക് മനസ്സിലാക്കേണ്ടത്? ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, കാരണം ഈ മദ്യം എന്ന് പറഞ്ഞാൽ ഉടനെ അതിനെ എതിർക്കുക എന്ന ഒരു ശൈലി ചിലർക്കുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തും മദ്യത്തെ അനുകൂലിക്കുന്ന ഒരുപാട് പേരുണ്ട് അതിനകത്ത്, മദ്യനയത്തെ. പക്ഷെ അതിനെ എതിർക്കാൻ സുധീരനെ കുറിച്ചുള്ള ആളുകൾ മദ്യം എന്ന് പറഞ്ഞാൽ എതിർക്കുക ഇങ്ങനെ അതിലൂടെ പുള്ളി പ്രമാണിയാകാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ ആ UDF-ൽ തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ നയത്തോട് എതിരുണ്ട്. പക്ഷെ അത് തന്റെ ഇടമായി പറയാനുള്ള ആർജവം അതിനകത്ത് ഉള്ളവരില്ലാതെ പോയി എന്നുള്ളതാണ്. LDF ഗവൺമെന്റ് വന്നപ്പോൾ ആരായാലും തിരക്കില്ല, എന്തായാലും തിരക്കില്ല, അതിനുള്ള ആർജവം കാണിച്ചു. ഒരു നയം രൂപീകരിക്കുവാൻ ആരുടെ പ്രതിബന്ധി ഉണ്ടായാലും അവരുടെ ഭരണം നടത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ ഭരണം നടത്തുന്നതിന് മുമ്പ് പ്രസിദ്ധീകരിച്ച ഒരു മാനിഫെസ്റ്റോ ഉണ്ട്, എന്താണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് മദ്യനിരോധനം ഇടതുപക്ഷ ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, മദ്യവർജനമാണ് പറഞ്ഞത്. ആ മദ്യവർജനം ശക്തമായി നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ഈ രാജ്യത്ത് മദ്യം ഒഴുക്കാനല്ല, നിയന്ത്രിച്ച് നടത്തുവാനും ബോധവൽക്കരിച്ച് നടത്തുവാനുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ഇന്ന് ഗവൺമെന്റ് LDF ഗവൺമെന്റ് മദ്യനയം പ്രഖ്യാപിച്ചത് അങ്ങേയറ്റം സ്വാഗതാർഹമാണ്, അഭിമാനകരമാണ്. അതിനുള്ള തന്റെ ആർജവും ഏത് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉന്നയിക്കുവാൻ വേണ്ടി പലരും വന്നിട്ട് പോലും തന്റെ ഇടം കാണിച്ച LDF ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അതായത് അന്നും ഈ നയം സംബന്ധിച്ച കാര്യത്തിൽ ഒരു ഏത് രീതിയിലാണ് ഈ നയം ഒരുപക്ഷെ UDF-ന്റെ കാലത്ത് രൂപപ്പെട്ടത്, ഒരു സുപ്രഭാതത്തിൽ രൂപപ്പെടുന്നു, അതിന്റെ അനിവാര്യമായ ദിശകളിലൂടെ ഒരു ചർച്ച പോലും ഇല്ലാതെ ഒരു രാഷ്ട്രീയ ഏറ്റുമുട്ടലിന്റെ ഭാഗമായി ജനിച്ച ഒരു നയം. ആ നയത്തിൽ ഒരു പക്ഷേ അപാകതകൾ ഉണ്ട്, തികഞ്ഞ പഠനം നടത്തിയിട്ടില്ല എന്ന ആർജവത്തോടു കൂടി പറഞ്ഞ ഒരു സമുദായ നേതാവാണ് താങ്കൾ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇന്നിപ്പോൾ മനസ്സിലാക്കുമ്പോൾ അന്ന് UDF-ൽ പോലും, കാരണം ഷിബുവിന്റെ പ്രതികരണങ്ങളാണെങ്കിലും ജോണി നെല്ലൂരിന്റെ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പരസ്യമായിട്ടല്ലെങ്കിലും അതിനകത്ത് വരുന്ന സംസാരങ്ങൾ, ഇതൊക്കെയും മനസ്സിലാക്കുമ്പോൾ ഒരു ഏകാഭിപ്രായവും അന്നും ഉണ്ടായിട്ടില്ല എന്ന് ബോധ്യപ്പെടുകയാണോ? കാരണം അന്നും ഒരു ഏകാഭിപ്രായം അവരിൽ ഉണ്ടായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ അന്നും ഈ ബേബി ജോൺ RSPയിലായിരുന്നപ്പോ പോലും അദ്ദേഹം ആ മദ്യനയത്തോട് ഉള്ളുകൊണ്ട് വിയോജിപ്പുള്ള ആളാണ്. അദ്ദേഹം അത് പലപ്പോഴും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. UDF നിൽക്കുമ്പോൾ പോലും മദ്യനയത്തോട് യോജിക്കാത്ത പല UDF നേതാക്കന്മാരെ എനിക്ക് വ്യക്തമായി അറിയാം. പക്ഷെ അതിനകത്ത് നിന്നുകൊണ്ട് ഇതിനപ്പുറത്തൊന്നും ചെയ്യാൻ അവർക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മിണ്ടാതിരുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിനുള്ള തന്റെ ഇന്നുള്ള ഗവൺമെന്റ് കാണിച്ചു എന്നുള്ളതാണ് എന്റെ വ്യത്യാസം. മാത്രമല്ല, മദ്യനിരോധനമല്ല, മദ്യവർജനവും ബോധവൽക്കരണം നടത്തുവാനും അതിലൂടെ മദ്യാസക്തിയെ കുറയ്ക്കാനും ഉള്ള പദ്ധതിയും പരിപാടിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിനെല്ലാം ഉപരി ഒരു ചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുവാൻ, അതാണ് ഏറ്റവും അഭിമാനകരമായത്. അതിന് ഒരു പ്രത്യേക കോർപ്പറേഷനോ സംവിധാനങ്ങളോ ഉണ്ടാക്കി ചെത്ത് വ്യവസായത്തെ സംരക്ഷിക്കുവാനുള്ള തന്റെ ഇടം, ആർജവം, കള്ളു വ്യവസായം നല്ല കള്ളു കൊടുക്കുവാനും ആ വ്യവസായത്തെ പുനരുദ്ധരിക്കാൻ ഇപ്പോൾ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ആ പുനരുദ്ധരിക്കുവാനും നടത്തുവാനുള്ള കർമ്മപദ്ധതികളും ഇത്തവണത്തെ നയത്തിലുണ്ട്. അതെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് വളരെ പ്രയോജനകരമാണ്. അവന്റെ സമ്പത്ത് ഗ്രാറ്റുവിറ്റി ബ്രോഡ്ബാൻഡിനകത്ത് കോടിക്കണക്കിന് രൂപ ഈ ഖജനാവിൽ വന്ന്, സർക്കാരിന്റെ ഖജനാവിൽ വന്ന് കൂടുമ്പോൾ അവനെപ്പിച്ച് ഓർക്കാനും മറക്കാനും ശ്രമിക്കുന്നത് ശരിയല്ല. അവന്റെ പണം കൊള്ളാം, അവന്റെ കള്ളു കൊള്ളുകയില്ല എന്ന് പറഞ്ഞാണോ ശരി? ആ കള്ളന് ടള്ളു വയ്ക്കുന്ന സ്വഭാവം മാറ്റി ആ വ്യവസായത്തിൽ തന്നെ 3 സ്റ്റാറിലും 4 സ്റ്റാറിലും കള്ളു കൊടുക്കാമെന്ന് പറഞ്ഞത് തന്നെ അങ്ങേറ്റം അഭിമാനകരമാണ്. കാരണം കള്ളൊരു ദേശീയ പാനീയമായി കണക്കാക്കണം, അതിന് മദ്യത്തിന് വലിയ പെരുതരുത്. അത് ദേശീയ പാനീയമായി കണക്കാക്കി 4 സ്റ്റാറിലും 3 സ്റ്റാറിലും അങ്ങനെ ഹോട്ടലുകളിലെല്ലാം കൊടുക്കാവുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നത് ആ വ്യവസായത്തിന്റെ നിലനിൽപ്പിനും
നല്ലത് തന്നെയാണ്. ഒപ്പം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അതായത് 10 കൊല്ലം കൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആ UDF സർക്കാർ മദ്യനയം രൂപീകരിക്കുമ്പോൾ 10 വർഷം കൊണ്ട് സംസ്ഥാനത്തെ സമ്പൂർണ്ണ മദ്യ നിരോധന അല്ലെങ്കിൽ സംസ്ഥാനമായി മാറ്റുക എന്ന ഒരു അഭിപ്രായത്തോടു കൂടി പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി. ഇവിടെ ഈ ഒരുപക്ഷെ അതിനുശേഷം എടുത്ത ഈ നമ്മളൊരു പരീക്ഷണ ഘട്ടമായിരുന്നു. ആ പരീക്ഷണ ഘട്ടത്തിൽ സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് അല്ലെങ്കിൽ ചൂട് വെച്ചാൽ അത് പരാജയമാണ് എന്ന അപ്രായോഗികതയാണോ ബോധ്യപ്പെടുന്നത്? മാത്രമല്ല, സർക്കാർ ഇന്നലെ പുതിയ മദ്യനയം കൊണ്ടുവരുമ്പോൾ മദ്യവർജനം എന്ന നിലപാടിലേക്ക് ഇറങ്ങുകയും ഒപ്പം തന്നെ ഇവിടുത്തെ മദ്യ ഉപഭോഗം കുറയ്ക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളിയോട് കൂടി ഈ സർക്കാരിന്റെ ഭാഗത്തേക്ക് വരികയും ചെയ്യുന്നു. ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഇതിലെ പ്രായോഗികത ഒപ്പം തന്നെ അപ്രായോഗികത ഈ രണ്ടും ഒന്ന് വേർതിരിച്ചാൽ, മദ്യനിരോധനം ഒരിക്കലും ഈ ലോകത്ത് അത് പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സ്ഥലത്തും വിജയിച്ചിട്ടില്ല. അത് മൈക്ക് കെട്ടി നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാം. ഈ പറയുന്നവരും പ്രക്ഷോഭണം നടത്തുന്നവരും തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അവര് വൃദ്ധദാനം ചെയ്യുന്ന പലരുടെ കേന്ദ്രങ്ങളിൽ, അവരുടെ എല്ലാ ആത്മീയ കേന്ദ്രങ്ങളിൽ പോലും ഈ ഇഷ്ടം പോലെ നടക്കുകയാണ്. അപ്പൊ മദ്യ നിരോധനം എന്ന് പറഞ്ഞാൽ അപ്രായോഗികമാണ്. പിന്നെ മദ്യവർജനത്തിന് ബോധവൽക്കരണം. ഇപ്പൊ ഈ നിരോധനം വന്നതുകൊണ്ട് എന്ത് പറ്റി? ഈ രാജ്യത്ത് മുഴുവൻ ചരസും കഞ്ചാവും അങ്ങനെ മറ്റു പലതും വന്ന് ഇന്ന് സ്കൂൾ കോമ്പൗണ്ട് വരെ, കോളേജ് കോമ്പൗണ്ടും പരിസരങ്ങളും എല്ലാം എത്ര കേസാണ് നാർക്കോട്ടിക് കോർട്ടിക്കാരിൽ എടുത്തത്? ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു? അതൊന്നും കണ്ണു കാണുന്നില്ല. ഒരു മദ്യം എന്ന് പറഞ്ഞാൽ അതിനെ കാണുന്നത് എന്താണ്? അതോടൊപ്പം തന്നെ മറ്റ് മദ്യത്തിന്റെ പേരിൽ മയക്കുമരുന്നുകളുണ്ട് ഈ രാജ്യത്ത്. അതിനെപ്പറ്റിയുള്ള ചർച്ചയില്ല, സംവാദമില്ല. അത് സുലഭമായി ഇവിടെ കിട്ടുന്നു. ഇത് കിട്ടാനുള്ള അവസരം കിട്ടുന്നത് കൊണ്ടാണ് ഈ മദ്യത്തിലേക്ക് നിരോധനം വന്നപ്പോൾ അതിലേക്ക് ആളുകൾ ആകർഷകരായി. അതിനെ നിയന്ത്രിക്കണം. അതിനുള്ള ബോധവൽക്കരണമാണ് വേണ്ടത്. അത് കൂട്ടായി ജനങ്ങൾ, ഈ പ്രക്ഷോഭണം നടത്തുന്നവരും എല്ലാം തന്നെ കൂട്ടായി അവരവരുടെ വിശ്വാസികളെ പോലും ഈ വികാരത്തിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കണം. അതിലാ മദ്യം എന്ന് കേട്ടാൽ ഉടനെ വാളും എടുത്ത് ഇറങ്ങുകയല്ല വേണ്ടത്. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചതിന്. ശ്രീ പന്തളം സുധാകരൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പന്തളം സുധാകരൻ, ഇക്കാര്യത്തിൽ ഒരു തുറന്ന അഭിപ്രായത്തിലേക്ക് ശ്രീ ഷിബു ബേബി ജോൺ, പ്രമുഖ കക്ഷിയുടെ നേതാവ് കൂടിയായ ശ്രീ ഷിബു വെളിപ്പെടുത്തുകയാണ്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഈ മദ്യനയത്തെ സ്വാഗതം ചെയ്യുന്നു. ഇത് UDFിലെ ഒരു കക്ഷി തന്നെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു പ്രതിരോധത്തിലേക്ക് പോകുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ A. അസീഫ് അല്പം മുമ്പ് മാധ്യമങ്ങളോട് തന്നെ ഒരു മാധ്യമത്തിനോട് പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനമല്ല, RSPയുടെ തീരുമാനം UDF എടുത്ത തീരുമാനം തന്നെയാണ്. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ഷിബു ബേബി ജോൺ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ തന്നെ ഈ തീരുമാനത്തിനെതിരെ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. അദ്ദേഹം പറയുകയും ചെയ്തു, എന്റെ സ്വന്തം വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അസീസും പറഞ്ഞ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു മുന്നണിയിലെ ഒരുപക്ഷെ കോൺഗ്രസിലും അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിപരമായ അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്ന മുതിർന്ന നേതാക്കന്മാരൊക്കെ ഉണ്ട്. ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ രണ്ട് തലത്തിലുള്ളൊരു ചർച്ചയ്ക്ക് കൂടി തലം സൃഷ്ടിക്കുകയാണ് ശ്രീ പന്തളം സുധാകരൻ. അല്ല, ചർച്ച എന്ന് പറയുന്നത് അതാണല്ലോ. ഇത് CPM അല്ലല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെയുള്ള ഒരു പ്രസ്ഥാനമല്ല. ഇതൊരു ജനാധിപത്യ പാർട്ടിയാണ്. ആർക്കും അഭിപ്രായ പ്രകടനം നടത്താം. അല്ലല്ല, വിശാല അർത്ഥത്തിലുള്ള ഒരു UDFിൽ പോലും വിശാല അർത്ഥത്തിലൊരു ഒരു ഏകോപനം ഇതിലേക്ക്, ആ നയത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിമർശനം അന്ന് മുതലേ ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അന്നത്തെ പ്രതിപക്ഷം എന്ന ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ അവരുടെ പ്രകടന പത്രികയിലെ അവർ ഊന്നൽ കൊടുത്ത ഒരു നയത്തിന്റെ കാര്യത്തിൽ അത് അംഗീകരിക്കപ്പെടുന്നു. ഒരു പ്രതിപക്ഷ പാർട്ടിയിലെ അല്ലെങ്കിൽ ഒരു കക്ഷി നേതാവ് അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു തലം കൂടി ഇല്ലേ ശ്രീ പന്തളം സുധാകരൻ? ഒരിക്കലുമില്ല. UDFിന്റെ പ്രത്യേകം സ്വന്തം അഭിപ്രായ പ്രകടനം നടത്താനുള്ള അവകാശവും അധികാരവും അതാരും ചോദ്യം ചെയ്തിട്ടില്ല. ഇവിടെ UDFിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയം തന്നെയാണ്. അതാണ് UDFിന്റെ മദ്യനയം. അതിൽ ആർക്കും അഭിപ്രായത്തില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ AK ആന്റണിക്കോ അല്ലെങ്കിൽ ഒരു നേതാക്കന്മാരോ ആർക്കും തർക്കമില്ല, അഭിപ്രായമില്ല. അതിൽ ഭിന്നതയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അപലപനീയമാണ്. മാത്രമല്ല, ഇപ്പോൾ കേരളത്തിലെ സാധാരണക്കാരുടെ പാർട്ടി എന്ന് പറയുന്ന LDF അധികാരത്തിൽ വന്നപ്പോൾ അവർ മദ്യമുതലാളിമാർക്ക് വേണ്ടിയാണ് ഈ വലിയ സൗജന്യം ഔദാര്യം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിലെ മുഖ്യ വാഗ്ദാനമാണ്. സത്യത്തിൽ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പിൽ ഒന്നാമതായി പറഞ്ഞ വ്യാഖ്യാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മദ്യനയം തിരുത്തും എന്ന് പറഞ്ഞു. അത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഒരു വർഷം കാത്തിരുന്നല്ലോ എന്നുള്ളത്. അത് ജനങ്ങളുള്ള
വായ്പ തന്നെയാണ്. മാത്രമല്ല അഖിലേന്ത്യാ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞതിന് കടകവിരുദ്ധമായിട്ടാണ് ഈ LDF തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം ആദ്യം ഇവിടെ CPM തള്ളി പറഞ്ഞിരിക്കുന്ന അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ അവിടെയാണ് തർക്കം, അല്ലാതെ ഞങ്ങളുടെ പാർട്ടിയിലൊന്നും തർക്കമില്ല. യെസ്, വളരെ നന്ദി ശ്രീ പന്തളം. ശ്രീ ജോസഫ് വാഴക്കൻ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജോസഫ് വാഴക്കൻ, ഇപ്പോൾ മദ്യനയം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച് രൂപീകരിച്ചതിന് ശേഷമാണ് അതിൻ്റെ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ തന്നെ പ്രതികരണങ്ങളും വരുന്നത്. ഇപ്പോൾ അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് UDF തന്നെ ഒരു കക്ഷി നേതാവ്, അല്ലെ കക്ഷിയുടെ പ്രമുഖനായ നേതാവ് ശ്രീ ഷിബു ബേബി ജോണാണ് ഇതിനെ സ്വാഗതം ചെയ്യുന്നത്. അതൊരു വ്യക്തിപരമായ അഭിപ്രായം മാത്രമായി അതിനെ കാണാൻ കഴിയുമോ? അത് തികച്ചും വ്യക്തിപരമായ അഭിപ്രായം. അത് അവരുടെ പാർട്ടി RSP തന്നെ പറഞ്ഞല്ലോ അത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന്. മാത്രമല്ല ഇതിപ്പോ ഈ മദ്യനയം എല്ലാവരും അംഗീകരിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയിരിക്കുന്നത്. ഇടതുമുന്നണിക്കകത്ത് ഞാൻ തന്നെ ഇന്നലെ സംസാരിച്ച് വ്യക്തിപരമായി ഇതിനോട് ഈ വിയോജിപ്പുള്ള എത്രയോ ആളുകളുണ്ട്. കാരണം ഇതുപോലെ മദ്യം ഇട്ട് ഒഴുക്കി കേരളത്തെ ഒരു മദ്യശാലയാക്കി മാറ്റുന്നതിന് എതിരായ അഭിപ്രായം. പക്ഷേ രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്തപ്പോൾ അതിനോടൊപ്പം എല്ലാവരും ഉണ്ടാകും നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഷിബു ബേബി ജോൺ നേരത്തെ തന്നെ ഈ കാര്യത്തിന് എതിരായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലത്തും വ്യക്തിപരമായി ഇതിനെതിരായിരുന്നു. പക്ഷേ UDF പൊതുവായ ഒരു തീരുമാനം വന്നപ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ബാധ്യസ്ഥമായിരുന്നുകൊണ്ട് അംഗീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിലും ഇന്ന് UDF കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും അതിശക്തമായ നിലപാടുണ്ടാകും. അവിടെയൊക്കെ UDF അദ്ദേഹം നിൽക്കും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. കാരണം നിൽക്കാതിരിക്കാനാവില്ല. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു നയത്തോട്, ഒരു ഭ്രാന്തൻ നയമാണല്ലോ, അതിനോട് അതിശക്തമായ എതിർപ്പാണുള്ളത്. ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് INTUC നേതാവ് ശ്രീ ചന്ദ്രശേഖരൻ അടക്കം സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ കോൺഗ്രസിലെ തന്നെ ഒരു പക്ഷേ വലിയൊരു വിഭാഗത്തിനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടായി. ഇന്നിപ്പോൾ UDF ഇക്കാര്യത്തിൽ ഒരു നയരൂപീകരണത്തിനായി, ഈ നയത്തിനെതിരെ അല്ലെങ്കിൽ അതിലേക്കുള്ള ചർച്ചകൾക്കായി ഇറങ്ങുന്ന ഘട്ടത്തിൽ UDF ചെറുകക്ഷികളുടെ നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൽ. അപ്പോൾ ഇക്കാര്യത്തിൽ അന്നേ UDF കഴിഞ്ഞ കാലത്ത് UDF നയം രൂപീകരിക്കുമ്പോൾ പോലും ഏകാഭിപ്രായത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടിയുണ്ട് ഇക്കാര്യത്തിൽ. അത് ചർച്ച ചെയ്ത് ഏകാഭിപ്രായത്തിലെത്തും. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. ട്രേഡ് യൂണിയനുകൾക്ക് അവരുടെ തൊഴിലാളികളുടെ ജോലി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ ട്രേഡ് യൂണിയനുകൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും. പക്ഷേ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസും മുന്നണി എന്നുള്ള നിലയിൽ UDF ഒരു തീരുമാനമെടുത്താൽ അതിനോടൊപ്പം ബാക്കിയുള്ളവരെല്ലാവരും നിൽക്കും. ഇത് കേരളത്തിന്റെ പൊതുവായിട്ടുള്ള, അത് എനിക്ക് തോന്നുന്നു LDF പ്രകടന പത്രികയിലും സമ്മതിച്ചിട്ടുണ്ട്. കേരളം വലിയ മദ്യവിപത്തിലേക്ക് പോകുകയാണ്, അതിൽ നിന്നും കേരളത്തെ രക്ഷിക്കണം എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, UDF നയം തിരുത്തുമെന്ന്. അതേത് രൂപത്തിലും തിരുത്താം. നിലവിൽ UDF ശ്രീ ജോസഫ് വാഴക്കൻ ദയവായി ഒന്ന് ഇടപെട്ടു. അതായത് ഒരു പ്രകടന പത്രികയുമായി മുന്നോട്ട് വെച്ച് ഇക്കാര്യത്തിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടാകും, അതിന്റെ സൂചനകളടക്കം മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഒരു കക്ഷിയാണ് ഈ പറയുന്ന LDF. അതിനോടൊപ്പം തന്നെ ഒരുപക്ഷെ ആ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പോലും വലിയ വിമർശനങ്ങൾക്കടക്കം ഉയർത്തി ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട വിശകലനം മൂവാറ്റുപുഴ അടക്കമുള്ള മണ്ഡലത്തിൽ ഈ ഒരു നയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പല മണ്ഡലങ്ങളിലും പരാജയത്തിന് പോലും ഇടയാക്കിയിട്ടുണ്ടോ എന്നതുകൂടി ഒരു ചോദ്യമായി അവശേഷിക്കുന്നുണ്ടോ? അല്ല, ഇത് ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഒരു ഉറച്ച തീരുമാനം ഒരു മുന്നണി എടുക്കുമ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് അതിന്റെ അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് എതിർപ്പുണ്ടാകാം. അതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൽ കുറെയൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജയം മാത്രമല്ല, ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ തീരുമാനമാണ് UDF എടുത്തത്. അതാണ് അതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനകത്ത് ജയപരാജയങ്ങൾ മാത്രമല്ല, ഒരു സാമൂഹ്യ നന്മ, ഒരു തിന്മയ്ക്കെതിരായിട്ട് ഒരു നന്മ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. അതാണ് ഇന്നിപ്പോ തകിടം മറിച്ച് കേരളത്തെ വീണ്ടും പഴയതിനേക്കാൾ മോശപ്പെട്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവിടെ ശ്രീ ജോസഫ് വാഴക്കൻ, അതായത് സമ്പൂർണ്ണ മദ്യനിരോധനം 10 വർഷം കൊണ്ട് സമ്പൂർണ്ണ മദ്യനിരോധനത്തിലേക്ക് സംസ്ഥാന സർക്കാരിനെ അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൊണ്ടുപോകുക എന്നായിരുന്നു സർക്കാരിന്റെ അന്നത്തെ നയം. ഇവിടെ ഏത് സംസ്ഥാനത്താണ്, ഏത് രാജ്യത്താണ് ഈ സമ്പൂർണ്ണ മദ്യനിരോധനം എന്നതുകൊണ്ട് രക്ഷപ്പെട്ട സ്ഥലം എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ UDF നേതാക്കൾക്കോ കോൺഗ്രസ് നേതാക്കൾക്കോ ആ സ്ഥലം എവിടെയാണെന്ന് പറയാൻ കഴിയില്ല. ആ രീതിയിൽ ഈ നയത്തിലെ അപാകത ഉണ്ടെങ്കിൽ അതിന് മറിച്ചൊരു വിശാലാർത്ഥത്തിലുള്ള ചർച്ചകൾ മാത്രം നടക്കുന്നു. ഒരു ബദൽ സംവിധാനം ഒരു പക്ഷേ പറയാൻ പോലും കഴിയാത്ത അവസ്ഥ. ആ ഘട്ടത്തിലാണ് ബദലെന്ന രീതിയിൽ മദ്യവർജനമാണ് പ്രായോഗികത എന്ന തലത്തിലേക്ക് എത്തുന്നത്. ഇവിടെ ബീഹാറില് നമ്മളെക്കാൾ വലിയ സംസ്ഥാനമാണ്, നമ്മളെക്കാൾ ജനസംഖ്യയുണ്ട്. ഒരുപക്ഷെ നമ്മളോടത്തോളം വിദ്യാഭ്യാസപരമായിട്ടും മറ്റെല്ലാ തലങ്ങളിലും ഇതുവരെ മുന്നിലെത്താൻ കഴിയാത്തൊരു സംസ്ഥാനം. നമ്മൾ പലപ്പോഴും ഇന്ത്യയിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കരുതിയിരുന്നത്. എത്ര ഫലപ്രദമായിട്ടാണ് ശ്രീ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ ഈ സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കിയത്? മറിച്ച് അവിടെ മറുഭാഗത്ത് ലഹരിയുടെ ഒക്കെ തന്നെ കണക്കുകൾ കൂടി ഏകീകരിക്കപ്പെടുന്നുണ്ട് അവിടെ.
അല്ല, അതിനെതിരായ ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്ന്. ഇപ്പൊ ഏത് കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരായിട്ടൊക്കെ ഉള്ള സമൂഹത്തിന്റെ നാനാഭാഗങ്ങൾ അത്ര സിനിമയുടെ ശക്തികൾ അതിനെതിരായൊക്കെ പ്രവർത്തിക്കും. പക്ഷെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോ ഗവൺമെന്റ് പറയാണ് കേരളത്തിലെ സ്കൂളുകളിലും കോളേജുകളിലെല്ലാം ലഹരി മദ്യദുരന്തങ്ങൾ കൂടി ഒരുപാട് ആവർത്തിക്കപ്പെട്ട സ്ഥലമാണ് ബീഹാർ. ശ്രീ ജോസഫ് വാഴക്കൻ, അതുകൂടി നമ്മൾ വാർത്തകളിലൂടെ കാണുന്നതാണ്. കാരണം തമിഴ്നാടും മദ്യത്തിന്റെ ലഭ്യത കുറച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിലപാടിലേക്ക് പോവുകയാണ്. ഓരോ സംസ്ഥാനങ്ങളും ഈ ഭ്രാന്ത് കണ്ടും മടുത്തിരിക്കുകയാണ്. എങ്ങനെയും അവരുടെ ജനതയെ രക്ഷിക്കാനുള്ള വലിയൊരു ശ്രമം നടത്തുമ്പോൾ ഇവിടെ അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? യെസ്, എന്തായാലും ഇന്ന് UDF യോഗത്തിന് ശേഷം ഒരു ഇക്കാര്യത്തിൽ ഒരു പൊതു നിലപാട്, ഏകാഭിപ്രായത്തിലേക്ക് എത്തുകയും ഒരു ചർച്ചകൾക്ക് ഒരുപക്ഷെ നിയമതലത്തിലുള്ള പോരാട്ടങ്ങൾക്ക് അങ്ങനെയുള്ളൊരു വേദി ഒരുക്കാനുള്ള പോക്കാണോ ഈ UDFന്റെ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്? തീർച്ചയായിട്ടും ഞങ്ങള് വളരെ സുചിന്തിതമായി എടുത്തൊരു തീരുമാനമാണ്. പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു. അവസാനം കോൺഗ്രസിനകത്തും UDFലും ചർച്ച ചെയ്തെടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനത്തെ അട്ടിമറിക്കാനായി ശ്രമിക്കുമ്പോൾ അത് ഇതുവരെയും കേരള ജനതയ്ക്കും കേരള സമൂഹത്തിനും ബോധ്യപ്പെടാത്തൊരു കാര്യമാണ്. നിങ്ങളത് തിരക്കി നോക്കണം. കേരളത്തിൽ ഒരു 100 പഞ്ചായത്തിലെങ്കിലും ഇവിടെ പുതിയ മദ്യഷാപ്പുകൾ നടക്കുന്നതിനെതിരായിട്ടുള്ള സമരം നടക്കുന്നത്. എന്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ 2 സ്ഥലത്ത് ജനങ്ങളുടെ വലിയ ജനകീയ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. അപ്പോ ഇതൊക്കെ കാണിക്കുന്നത് ജനങ്ങൾ ഇതിനെതിരാണെന്നുള്ളത് തന്നെയാണ്. യെസ്, എന്തായാലും ആ ചർച്ചകൾ എന്തായാലും ഇന്ന് ഈ പറയുന്ന ഷിബുവിന്റെ അഭിപ്രായങ്ങൾ കൂടി അവിടെ പ്രധാനമായും തന്നെ ഇത്തരം ആളുകളുടെയൊക്കെ തന്നെ അഭിപ്രായങ്ങളും കേൾക്കും. അല്ല, തീർച്ചയായിട്ടും അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് പറയാം. പക്ഷേ അതിനകത്ത് പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായ സമന്വയത്തിലെത്തിയായിരിക്കുമല്ലോ ഞങ്ങളുടെ സമരവും നയങ്ങളും പരിപാടികളും തീരുമാനിക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ ജോസഫ് വാഴക്കൻ. ശ്രീ പന്തളം സുധാകരൻ, അതായത് ഇവിടെ ജോസഫ് വാഴക്കൻ സൂചിപ്പിച്ചതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു പൊതുവേദിയിലേക്ക് നാളെ ഒരു സമരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിലേക്കോ ഒക്കെ വരുമ്പോൾ ഇവർ ഉന്നയിക്കുന്ന ഈ നേതാക്കന്മാരടക്കം ഉന്നയിക്കുന്ന തലത്തിൽ ഈ കാര്യങ്ങൾക്ക് പ്രായോഗികതയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഇവരൊക്കെയും പറയുന്നത്, ഏറ്റുപറയുന്നത്. അതൊക്കെ കാണാതെ പോകാൻ കഴിയുമോ ശ്രീ പന്തളം? പന്തളം ടെലിഫോൺ ലൈനിൽ ഇല്ല. പുതിയ മദ്യനയത്തെ ചൊല്ലി UDFൽ ഭിന്നത എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്തകൾ. മദ്യനയത്തെ സ്വാഗതം ചെയ്ത് ഷിബു ബേബി ജോൺ മദ്യനയ ഫേസ്ബുക്കിൽ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നു. മദ്യനയം സ്വാഗതാർഹവും അനിവാര്യവുമാണെന്നാണ് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചത്.